തൃശൂർ ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷന്റെയും എടപ്പാൾ ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ പ്രത്യേക ശേഷിക്കാരായ കുട്ടികൾക്കായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. കായികരംഗത്ത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക, അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക, ആത്മവിശ്വാസവും കൂട്ടായ്മയും വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതെന്ന് എടപ്പാൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 2 വർഷത്തിലേറെയായിട്ട് അശ്വിനി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്, അതായത് ഓർത്തോപെഡിക്സിലെ ഏതൊക്കെ സബ് സ്പെഷ്യാലിറ്റി ഉണ്ടോ ആ എല്ലാ സബ് സ്പെഷ്യാലിറ്റിയിലെയും അതിവിദഗ്ധന്മാരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സുമുള്ള ഒരു പ്ലാറ്റ്ഫോം. അത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു കൺസെപ്റ്റാണ്. ഈ കൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓർത്തോപെഡിക്സ് കേരളത്തിലില്ല. തൃശ്ശൂർ അത് അഹല്യ ഹോസ്പിറ്റലിൽ തുടങ്ങിയിട്ടുണ്ട്, അശ്വിനി ഹോസ്പിറ്റലിൽ തുടങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ വളരെ വിജയകരമായിട്ട് നല്ല രസകരമായി വർക്ക് ചെയ്ത് പോകുന്ന പേഷ്യൻസിന് അത്രയും റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു കൺസെപ്റ്റാണ്. അപ്പോഴാണ് കഴിഞ്ഞ കൊല്ലം, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞ പോലെ എടപ്പാൾ ഹോസ്പിറ്റലിൽ ഇത്രയും വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ, ഇത്രയും റെപ്യൂട്ടേഷനുള്ള, ഇത്രയും ഗുഡ്വില്ലുള്ള ഒരു ഹോസ്പിറ്റലാണ് എടപ്പാൾ ഹോസ്പിറ്റൽ. അവിടെ പക്ഷേ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക് കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് എത്തിക്കണം എന്ന് മാനേജ്മെൻറ്റ് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ആഗ്രഹത്തിൻ്റെ പേരിലാണ് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഒരു അസോസിയേഷൻ, തൃശ്ശൂർ ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷനും എടപ്പാൾ ഹോസ്പിറ്റലും തമ്മിലൊരു അസോസിയേഷൻ, അതായത് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓർത്തോപെഡിക്സ് തൃശ്ശൂർ ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷൻ നോക്കി നടത്തും. അതിൻ്റെ പേര് ഞങ്ങൾ എടപ്പാൾ ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷൻ ആക്കി. എല്ലാ ട്രോമ കേസും ഒന്നെങ്കിൽ പെരിന്തൽമണ്ണ, അല്ലെങ്കിൽ കോട്ടക്കൽ, അല്ലെങ്കിൽ കോഴിക്കോട് അവിടേക്ക് റെഫർ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞൊരു കൊല്ലം കൊണ്ട് 200 എന്ന് പറയുന്നില്ല, അതിലേറെ മേജർ സർജറീസ് ചെയ്യാം. അതിൽ പല സർജറീസും ഇതിനു മുമ്പ് എടപ്പാൾ ചെയ്യാത്ത തരം സർജറീസാണ്. ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്, സ്പൈൻ സർജറീസ്, ഷോൾഡർ ആർത്രോസ്കോപ്പി, ഡിഫോമിറ്റി കറക്ഷൻ, വാസ്കുലാർ സർജറി, കാല് ആംപ്യൂട്ടേറ്റ് ചെയ്ത് പോകേണ്ട സാധനം ഞങ്ങളത് ബസ്സിൽ തുന്നിപ്പിടിപ്പിച്ച് ആ കാല് രക്ഷിച്ച് ആ കാലിൻ്റെ വയബിലിറ്റി വീണ്ടെടുത്ത്, അങ്ങനെ ഓർത്തോപെഡിക്സ്, പ്ലാസ്റ്റിക് സർജറി, വാസ്കുലാർ സർജറി, ഇതെല്ലാം വേണ്ടുന്ന തരത്തിലുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തു. അപ്പോൾ ആ ഒരു സർവീസിൻ്റെ 1 ഇയർ ആവുകയാണ്. 1 ഇയർ കഴിഞ്ഞു ഞങ്ങളുടെ ഈ എടപ്പാൾ ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ് ക്യാമ്പ് ഒരു ജനങ്ങൾക്ക് എത്തിക്കാനും ആ ഒരു സെലിബ്രേഷൻ, ആ ഒരു കൊല്ലത്തിൻ്റെ സെലിബ്രേഷൻ, അതിനോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തുന്നത്. ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് കഴിഞ്ഞ കൊല്ലം നമ്മൾ നടത്തിയിരുന്നു. ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷൻ ഡിഫറൻഷ്യലി ഏബിൾഡ് കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ സ്കൂൾ ഫുട്ബോൾ ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ നടത്തി. ഓഗസ്റ്റ് 22 ശനിയാഴ്ച രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെ ചങ്ങരംകുളം പന്താവൂർ പുഷ്കസ് ടർഫിലാണ് മത്സരങ്ങൾ നടക്കുക. ഞങ്ങളുടെ ഒരു വിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടപ്പാൾ ഹോസ്പിറ്റൽസ് മെറ്റേണിറ്റിക്കും ഇൻഫെർട്ടിലിറ്റിക്കും എങ്ങനെ അറിയപ്പെട്ടോ അതുപോലെ തന്നെ ബോൺ ആൻഡ് റിലേറ്റഡ് പ്രോബ്ലംസിന് ഇനി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളെ തേടി ഇങ്ങോട്ട് എത്തണം. അങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. താങ്കൾ നേരത്തെ ചോദിച്ച പോലെ സ്പോർട്സ് ഇഞ്ചുറി ആവട്ടെ, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ആൻഡ് ട്രോമ ആവട്ടെ. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, പുതിയ റോഡുകൾ വന്നതിന് ശേഷം എല്ലാ ഒരാഴ്ചയും വളരെ മോശമായ അപകടങ്ങളാണ്. അപ്പോൾ അവർക്കൊക്കെ കോഴിക്കോടേക്കോ തൃശ്ശൂർക്കോ എത്തണമെങ്കിൽ ഒരു നല്ല അത്യാവശ്യം സമയമെടുക്കും. പക്ഷെ നമ്മൾ ഇത്ര അടുത്ത് ഇവിടെ കിടക്കുമ്പോൾ ഇതൊരു സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് തീർച്ചയായിട്ടും വരുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. കാരണം ഇവരുടെ ഫുൾ സപ്പോർട്ടാണ്. ഒരു ചെറിയ എക്സാമ്പിൾ, നമ്മളിവർ തുടങ്ങിയ സമയത്ത് ഇവർ പറഞ്ഞു നമുക്ക് എല്ലാ ആംബുലൻസ് ഡ്രൈവേഴ്സിനെയും വിളിച്ചിട്ട് അവരൊന്ന് ബ്രീഫ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് സാധാരണ ആംബുലൻസ് ഡ്രൈവേഴ്സ് വിളിച്ച് ഒരു ഭക്ഷണം കൊടുക്കുക, അവരോട് കാര്യങ്ങളൊക്കെ പറയുക. അതല്ല, ഇവരുടെ അപ്രോച്ചിലുള്ള ഒരു ജെനുവിനിറ്റി എനിക്ക് തോന്നിയത്, അന്ന് വന്ന എല്ലാ ആംബുലൻസ് ഡ്രൈവേഴ്സിനും ഒരു ട്രെയിനിങ് ക്ലാസ്, ഒരു ആക്സിഡൻറ്റ് സൈറ്റിൽ എങ്ങനെ ഒരു പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യണം, അതിന് വേണ്ട എല്ലാ എക്വിപ്മെൻറ്റ്സും അവർക്ക് ഫ്രീ ആയിട്ട് ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷൻ കൊടുക്കുകയാണ്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ, VS ജോയ് MLA തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. എടപ്പാൾ ഹോസ്പിറ്റലിലെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഓർത്തോ വിഭാഗം കൈകാര്യം ചെയ്യുന്നത് തൃശ്ശൂരിലുള്ള ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷൻ എന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവർ എടപ്പാൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഒരു 15ഓളം ഡോക്ടർമാരുടെ, ഏറ്റവും വിദഗ്ധരായ ഡോക്ടർമാരുടെ എല്ലാ സ്പെഷ്യാലിറ്റിയുള്ള ഒരു വിഭാഗമാണ് ബോൺ ആൻഡ് ജോയിന്റ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമുക്ക് എടപ്പാളിൽ നമുക്കറിയാം, പണ്ടൊക്കെ റോഡ് അപകടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തൃശ്ശൂർക്കും ഇവിടേക്കൊക്കെ പോയിരുന്നു, ഓർത്തോയ്ക്ക് പ്രത്യേകിച്ച്. അപ്പോൾ അത് മാറി കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ എല്ലാ സർജറികളും, ഇന്ന് ഓർത്തോ വിഭാഗത്തിൽ നിലനിൽക്കുന്ന എല്ലാ സർജറികളും ഏറ്റവും മികച്ച രീതിയിൽ ചെയ്തു. 200 സർജറി ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ നമ്മളിവിടെ ചെയ്തു, തൃശ്ശൂർക്കോ കോഴിക്കോടോ. കാരണം ഈ റോഡ് അപകടം നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യേണ്ട സർജറികളാണ് പലതും. അതിന് കാർഡിയോളജിയും ന്യൂറോ സർജനും ഒക്കെ സഹായം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ 1ാം വാർഷികമാണ്. അപ്പോൾ 1ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പ്രത്യേക ശേഷി, ഭിന്നശേഷി എന്ന് പറയുന്ന അവരുടെ ഒരു സ്കൂളുകളുണ്ട് മലപ്പുറം, അതുപോലെ തൃശ്ശൂർ ജില്ലയിലും. അവരുടെ ഒരു ഫുട്ബോൾ മത്സരം നടത്തുന്നുണ്ട് 22-ാം തീയതി. വാർത്താസമ്മേളനത്തിൽ തൃശൂർ ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷൻ HOD ഡോക്ടർ മഹേഷ് കൃഷ്ണൻ, എടപ്പാൾ ഹോസ്പിറ്റൽ CEO ഗോകുൽ ഗോപിനാഥൻ,
ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ നിഷാന്ത്, എടപ്പാൾ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് മാനേജർ ആത്മജൻ പള്ളിപ്പാട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എടപ്പാൾ.